ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫൈ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഭാര്യയെ ഭർത്താവ് തീ കൊളുത്തി കൊന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്കറിയാം, ഇപ്പോഴുള്ള സൊസൈറ്റിയിലുള്ള ടോക്ക് എന്ന് പറയുന്നത് കൂടുതലും ഈക്വാലിറ്റി കൊണ്ടുവരാനാണ്. അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ മാറ്റി എല്ലാവർക്കും തുല്യ അവകാശം, തുല്യ നീതി, ഈക്വാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണമെന്നാണ് എല്ലാവരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, 1949 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പല പ്രൊവിഷൻസിലും ക്ലോസസ് ഉണ്ടായിരുന്നു. അതായത് വിമൻസിന് ഫേവർ ആയിട്ടുള്ള, വിമൻസിന് കുറച്ചും കൂടി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കുറച്ച് ക്ലോസസ് വെച്ചിട്ടുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അതിന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ വുമൻസിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേഴ്സ് ആണ്. ആ ഒരു വേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് തുല്യമായി സമമായി നിൽക്കുന്നവർക്കാണ് തുല്യ അവകാശം നൽകേണ്ടത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വിമനെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ്, അവരെ എംപവർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലോസസ് അവിടെ വെച്ചിട്ടുള്ളത്. അവരെ എംപവർ ചെയ്തിട്ട് വിമനും മെന്നും തമ്മിലുള്ള ഇൻഈക്വാലിറ്റി ഗ്യാപ്പ് കുറച്ച് അവരെ ഈക്വൽ ആക്കിയതിനു ശേഷം മാത്രമേ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിട്ട് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും മെൻ വിമൻ എന്ന ഇൻഈക്വാലിറ്റി ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറഞ്ഞിട്ടുള്ളത്, അവർക്കെതിരെയുള്ള വയലൻസിന്റെ കേസസ് പെർ ഇയർ ഏകദേശം 4 ലക്ഷത്തിൽ കൂടുതൽ കേസസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് രജിസ്റ്റർ ചെയ്ത കേസസ് മാത്രമാണ്, രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് കേസസ് വേറെ ഉണ്ട് എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്, ഓരോ മണിക്കൂറിൽ ഏകദേശം 51 കേസസ് ആണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇവർ തമ്മിലുള്ള ഗ്യാപ്സ്, മെൻ വിമൻ എന്ന ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വിമൻ ഇപ്പോഴും വൾണറബിൾ ആണ്, അവർ ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വരുന്ന നിയമവും അതുപോലെ തന്നെ കോടതിയുടെ വേർഡിക്സും കാര്യങ്ങളൊക്കെ അവരെ ഫേവർ ചെയ്തിട്ട് വരുന്നത്. കാരണം അവർ ഒരു വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ടും അവരെ ഫേവർ ചെയ്തിട്ടുള്ള കോർട്ട് ഓർഡേഴ്സും അതുപോലെ ലോസും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റീസെന്റ് ഇപ്പോൾ ഒരു കാര്യം മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തി കൊന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ആ ഒരു സ്ത്രീക്ക്, ഈ പറഞ്ഞ പുരുഷനിക്ക് ഒരു ആൺകുട്ടിയെ ജനിപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത്. കാരണം 3 ഡെലിവറി കഴിഞ്ഞ് 3 ഡെലിവറിയിലും ഡോട്ടേഴ്സ്, പെൺകുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു റീസൺ വെച്ചിട്ടാണ് ആ ഒരു വ്യക്തി ആ ഒരു ഭാര്യയെ തീ കൊളുത്തി കൊന്നിട്ടുള്ളത്. ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിമനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അങ്ങനെ വരുമ്പോൾ ഒരു തുല്യമായിട്ടുള്ള അവകാശം നൽകാൻ ഇപ്പോഴും നമ്മുടെ രാജ്യമായിട്ടില്ല. കാരണം നമ്മുടെ സൊസൈറ്റി ഇനിയും വളർന്നിട്ട് എന്ത് ചെയ്യണം, ഈക്വാലിറ്റി, അതായത് ഈക്വൽ ആയിട്ടുള്ള ഒരു സമീപനം രണ്ടുപേരോടും, മെന്നോടും വിമനോടും കാണിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയിൽ ഈക്വാലിറ്റി എന്നുള്ള ഒരു റൈറ്റ് ടു ഈക്വാലിറ്റി, എല്ലാവരും ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വിമനെയും മെന്നെയും ഒരുപോലെ കാണുകയും അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ഈക്വൽ ആയിട്ടുള്ള റൈറ്റും കൊടുക്കാൻ പറ്റുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.